ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള രൂപരേഖ തയ്യാറായി എന്ന് വാർത്ത. സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക സഹായം എന്നേക്കുമായി നിർത്തിവെക്കും. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നു. ഗുഡ് മോർണിംഗ് SKN. നീണ്ടു പോകുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ വിശ്വസ്തരും മിലിറ്ററി അഡ്വൈസേഴ്സുമായിരുന്ന റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ കേറ്റ് കെലോഗ്, അതുപോലെ ഫ്രെഡ് ഫ്ലൈറ്റ്സ്, ഇത് രണ്ടുപേരും ഇത് സംബന്ധിച്ചുള്ള രൂപരേഖ തയ്യാറാക്കി ട്രംപിന് നൽകി. സമാധാന ചർച്ചകൾക്കായി യുക്രൈൻ ടേബിളിന് മുമ്പിൽ എത്തണമെന്നതാണ് അല്പം ഭീഷണിയുടെ സ്വരത്തിലുള്ള പ്രധാന ഡിമാൻഡ്. അതിന് തയ്യാറായില്ലെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ യുക്രൈന് നൽകുന്നത് നിർത്തിവെക്കും, സൈനിക സഹായവും പിൻവലിക്കും. അതേസമയം റഷ്യ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ യുക്രൈനുള്ള ആയുധങ്ങളുടെ അളവ് അമേരിക്ക കൂട്ടും. സമാധാന ചർച്ചകളുടെ സമയം വെടിനിർത്തൽ നടപ്പിലാക്കുവാനും നിർദ്ദേശമുണ്ട്. റഷ്യയുടെ പ്രതികരണം എത്തിയിട്ടുണ്ട്. ഗ്രൌണ്ട് റിയാലിറ്റി കണക്കിലെടുത്ത് എന്ത് ചർച്ചകൾക്കും വിലപേശലിനും റഷ്യയും പുടിനും തയ്യാറാണെന്ന് ഔദ്യോഗിക വക്താവ് ഡ്മിട്രി പെസ്കോവ് പറഞ്ഞു. ന്യായമായിട്ടുള്ള സമാധാനത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ ചർച്ചകൾക്കും തയ്യാറാണെന്ന് യുക്രൈനും പ്രതികരിച്ചിട്ടുണ്ട്. SKN, ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ തലപ്പത്തിരുന്നവരാണ് സമാധാന പാക്കേജ് തയ്യാറാക്കിയ ഈ രണ്ട് മേജർമാർ. ട്രംപ് ഈ പാക്കേജ് പഠിച്ച് അംഗീകരിക്കുന്നതോടുകൂടിയായിരിക്കും ഇത് ഔദ്യോഗികമാകുക എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു മധു കൊട്ടാരക്കര.